കിട്ടി കിട്ടി കിട്ടിപ്പോയി. ആർക്കാണ് കിട്ടിയതെന്നും എന്താണ് കിട്ടിയതെന്നും ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കേട്ടോ. എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ, എങ്കിൽ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കളയാമെന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സ്റ്റൈലിലൊക്കെ നടന്നു വന്നപ്പോഴാണ് എന്തോ ഒരു പ്രാണി എൻ്റെ കയ്യിലൊക്കെ കുടുങ്ങിയത് കേട്ടോ. അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തി പ്രാണി ഓടിച്ചു വിട്ടതിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ ആരതി എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ വീഡിയോ എടുക്കല് കേട്ടോ. ട്രെയിനൊക്കെ എത്തി ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൽ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വഴിക്കിറങ്ങിയതല്ലേ, എങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചേ ചാടി അങ്ങോട്ട് ഒരു മാളിലൊക്കെ കയറി കേട്ടോ. ആരതി ഇവിടെയും കഷ്ടപ്പെട്ട് ട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ എത്ര കണ്ണാടി ഉണ്ടെന്ന് എന്നെ എടുത്തോണ്ട് നടക്കുന്നു. പൂമുഖവാതൊക്കെ സ്നേഹം തുളുമ്പിയേ ഞങ്ങളെ നോക്കി തന്നെ നിൽക്കുവാണ് കേട്ടോ. ജിനു ഉമ്മറത്ത് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതെ, കിട്ടിയത് ജിനുവിനാണ് കേട്ടോ. അതെ, അങ്ങനെ വീര സാഹസികമായിട്ടേ ജിനു ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. 2 ബെഡ്റൂമും ലിവിങ് റൂമും കിച്ചണും വാഷ്റൂമൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അകത്തെ പോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാലും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരണമെന്നാണ് കേട്ടോ ജിനു ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി കേട്ടോ. എങ്കിൽ പിന്നെ ലഞ്ചൊക്കെ കഴിച്ചേക്കാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചേ. അങ്ങനെ ഒത്തിരി നേരത്തെ പ്രയത്നത്തിന് ശേഷമില്ലേ വീഡിയോയ്ക്ക് മുന്നിൽ വരാമെന്ന് ജിഷ് ചേച്ചിയൊക്കെ സംഭവിച്ചു കേട്ടോ. അങ്ങനെ ജിഷ് ചേച്ചി ഞങ്ങൾക്കൊരു ബായി ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകുവാണ് കേട്ടോ. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരുറക്കം മസ്റ്റാണല്ലോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ റെഡി ആയിട്ട് പുറത്തേക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ. അപ്പം പിന്നെ ബായ്.